മേഡം അയ്യോ എന്റെ കാല്. എന്ത് പറ്റി മേഡം? ബക്കറ്റിന്റെ കാലിൽ തട്ടി. വേദന ഉണ്ടോ? നോക്കട്ടെ. വേദന ഉണ്ടോ? എടി ചാരു, നടക്കുന്ന വഴിയിലാണോ ഈ ബക്കറ്റ് കൊണ്ടുവയ്ക്കുന്നേ? വഴിയിലല്ലല്ലോ വെച്ചിരുന്നത്, ഒരു സൈഡിലല്ലേ. കണ്ണുണ്ടല്ലോ രണ്ടെണ്ണം, നോക്കി നടക്കണം. അയ്യോ, ഞാൻ മനഃപൂർവ്വം ബക്കറ്റ് തട്ടി മറിച്ചെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്കറിയില്ലല്ലോ, തട്ടിയവർക്കല്ലേ അറിയൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നില്ല എന്റെ പണി. മേഡം വാ, അകത്തേക്ക് പോ. എന്റെ കൈ പിടിച്ചോ. ഞാൻ എടുത്തോണ്ട് പോണോ? വേണ്ട. എന്നാ കൈ പിടിച്ചോ, പതുക്കെ. പയ്യവ തെറ്റും. മേഡം, ശാന്തപ്പ മാമന്റെ അമ്മായിയുടെ ഒക്കെ മര്യാദ ഒന്ന് കാണണമായിരുന്നു. എന്തൊരു സ്വീകരണമായിരുന്നു. അവരെയൊക്കെ കണ്ട് പഠിക്കണം ഇവിടെയുള്ള ചില. വാ മേഡം. നിക്കട അവിടെ. ഈ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തവനാ ഞാൻ. എന്നോട് ഉടായ്പ കൊണ്ട് വന്നാലുണ്ടല്ലോ. ആര്? ഞാനാ ഉടായിപ്പോ? വിരുന്നിന് പോയി മകനും മരുമോളും വന്നു കയറുമ്പോ സ്നേഹത്തോടെ വേണ്ട, വഴക്കുണ്ടാക്കായിരുന്നു ഇവിടെ. ആരാടാ വഴക്കുണ്ടാക്കിയത്? ഞാനാണോ അതോ നിന്റെ ഭാര്യയോ? എന്റെ മേഡം എന്ത് ചെയ്യുന്ന? ചുമ്മാ ഓരോന്ന് പറഞ്ഞോടല്ലേ. നിന്റെ ഭാര്യ മേഡം എന്താ മിണ്ടാതെ നിൽക്കുന്നു? പറഞ്ഞു കൊടുക്ക്. ഞാനെന്ത് പറയാൻ അങ്കിൾ? വരുമ്പോ അറിയാതെ ബക്കറ്റിലെ കാലൊന്ന് തട്ടി, കാല് വേദന എടുത്ത് ബുദ്ധിമുട്ടി മുറിയിലേക്ക് പോവാ. എങ്ങനെ എങ്ങനെ? അറിയാതെ കാല് തട്ടിയോ? വേദന ഉണ്ടല്ലേ? കലാമണ്ഡലത്തിലുള്ളവർ പോലും തോറ്റുപോകും ഈ അഭിനയത്തിന് മുന്നിൽ. ഉണ്ടായിരിക്കടാ. മാഡം, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ കോളേജിൽ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണോ അത് ഫുട്ബോളോ? ഒറ്റത്തട്ടിന് ബക്കറ്റ് അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞല്ലോ. ബക്കറ്റ് തട്ടി തെറിപ്പിച്ചോ മേഡോ? അല്ലാതാരാ? ദുഷ്ടത്തരം ചെയ്യുമ്പോ ഒരു കണ്ണതിനൊപ്പം ഉണ്ടാവും, വിറ്റ്നസ്, ദൃക്സാക്ഷി. അതുപോലെ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ചാരുവിന് കുറ്റം, ബക്കറ്റ് വഴി കൊണ്ടുവച്ചെന്ന്. ബാലമാമേ, കുഴപ്പമില്ല, പോട്ടെ. മോളുണ്ടായിരുന്നേ. ചീഫ് എഞ്ചിനീയർ അല്ല ആരായാലും ക്രിമിനൽ ബുദ്ധിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അത് ഈ വീട്ടിൽ ഇറക്കാൻ നോക്കിയാലുണ്ടല്ലോ, പ്രത്യാഘാതം എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. മാഡത്തിന് അത് താങ്ങില്ല. കേട്ടല്ലോ? ശ്രേയ, ഞാൻ പറഞ്ഞതാ നിന്നോട്, നിന്റെ ഒരടവ് ഇവിടെ നടക്കില്ലെന്ന്. അത് മനസ്സിലാക്കി ജീവിച്ചാ നിനക്ക് നല്ലത്. അയ്യോ മേഡം, മേഡം പോലെ നിലയ്ക്കാൻ വെച്ചിട്ടുണ്ടേ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം കലിതുള്ളിപ്പോയ ഭാര്യയെ സമാധാനിപ്പിക്കേ, ഇല്ലെങ്കിലേ അനുഭവിക്കുന്ന ഞാനായിരിക്കില്ല. എന്തേലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. ഞാനിപ്പോ റൂമിലേക്ക് പോയി എങ്ങനെ ഇരിക്കും? മേഡത്തിന്റെ റിയാക്ഷൻ വേണ്ട, ഇപ്പൊ പോണ്ട. വേറെന്ത് ചെയ്യും? അമ്മേ,
ശ്രേയ വല്ലാത്ത ദേഷ്യത്തിലാ. അരവിന്ദ് പറഞ്ഞ പോലെ അല്ല. അതെ, ശരിയാ. നീ ആദ്യം പോയി പൊന്നിനോട് സംസാരിക്കേ, ഞാൻ പിന്നാലെ വരാം. ഞാനില്ല, അമ്മ ചെല്ലേ ചെല്ലാൻ.